നിങ്ങളൊന്നും പറയട്ടെന്ന് ബൈക്ക് ഷർട്ട് ഏട്ടനൊന്ന് കുറച്ച് മാറോ? അച്ഛനെ ചിലപ്പോൾ ഒന്നുകൂടി വിഷയം സാധ്യതയുണ്ട്. വണ്ടി വെച്ചിരുന്നേ. ഓക്കെ, നിങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടാളവിടെ വേണ്ട സൊല്ലു. അപ്പോൾ ഞങ്ങൾ മേലെ വന്ന ഒരുപാട് വില ചെയ്യാനാവില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ അർജുൻ്റെ പിന്നെ അവിടെ ലോകേഷ് പിന്നെ ജഗന്നാഥ് മൂന്നാൾ വെള്ളത്തിലാടിയിട്ടുണ്ട്. 8 പേര് അവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിപ്പോൾ ആ സമാധാനം പണിയിട്ട് പിന്നെ അവിടെ ഞങ്ങളിപ്പോൾ പണി തുടങ്ങേണ്ട ആ സ്ഥലത്തിലെ ഇപ്പം ഞങ്ങളിപ്പോൾ അർജുൻ്റെ വണ്ടിയുണ്ട്. വണ്ടി എവിടെ ഉണ്ട് നോക്കുന്ന സമയത്തിൽ അവിടെ ഒരു ജാക്ക് കിട്ടി അർജുൻ്റെ വണ്ടീൻ്റെ. അതിൽ പിന്നെ അർജുൻ്റെ വണ്ടീൻ്റെ കൊഞ്ച് ഒരു 25 ഫീറ്റിൽ നമുക്കൊരു 30-40 ഫീറ്റ് അതിൻ്റെ അർജുൻ്റെ വണ്ടീൻ്റെ ഒരു കയറ് കിട്ടി. അതിപ്പോൾ ഞങ്ങൾ മുതലേക്ക് പുള്ളി കാണിച്ചു അവർ. അപ്പോൾ അവർ അത് അവരുടെ വണ്ടിയെ കാണിച്ചു. ഇപ്പം നമ്മൾ തലസ് പണി എല്ലാ സ്ഥലത്തിലും അവർ അർജുന വണ്ടിയെ കയറുണ്ടല്ലേ, ആ കയറിൽ ഒരുപാട് ആ സൈഡ് മണ്ണ് പിന്നെ കല്ലുണ്ട്. പിന്നെ ഒരു 10-15 ഫീറ്റ് മണ്ണുണ്ട്. അതിനെ പിന്നെ ജഗന്നാഥിൻ്റെ വീടിൻ്റെ അവിടെ ഡീസൽ പണി ഒരു വണ്ടിൻ്റെ ഡീസൽ പറഞ്ഞ ആ ഡീസൽ കീഴെ പറഞ്ഞുണ്ട്. നമുക്കൊരു സംശയമുണ്ട്, ആ ജഗന്നാഥിൻ്റെ വീട്ടിന് മേലെ ഇരിക്കുന്നത് പിന്നെ വെള്ളത്തിലെ ഇരിക്കുന്ന രണ്ടിലും നമുക്ക് സംശയമുണ്ട്. അതിനെ അവിടെ ഒരു ഡ്രഡ്ജിങ് മിഷൻ വേണം. ഡ്രഡ്ജിങ് മിഷനാക്കിയ മണ്ണ് തോണിയാൽ മാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ 25 ഫീറ്റ് കീഴെ പോയി നോക്കി. ആ സമയത്ത് അവിടെ ഒരു 5 കയർ ഒരേ മാതിരി നമ്മളിപ്പോൾ കട്ടയിടുമല്ലേ ഇപ്പോൾ തടി പീസിലെ അതേ മാതിരി നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പം ഞങ്ങളിപ്പോൾ ഓർമ്മ അവിടെ വണ്ടി ഉണ്ടെന്ന് സംശയ. ഈ ജഗന്നാഥിൻ്റെ വീട്ടിലെ മേലെ കൊഞ്ചം ഡീസൽ പസയുണ്ട്. അത് രണ്ട് നമുക്കൊരു സംശയമുണ്ട്. ആ സൈഡ് അതിന് ഒരു ഡ്രഡ്ജിങ് പണ്ണണം അവിടെ. നമ്മളെ നാട്ടിലിപ്പോൾ ഒരു 5 നാളത്തെ ഡ്രഡ്ജിങ് പണ്ണെന്ന് എല്ലാവരും ചൊല്ലിട്ടുണ്ട്. ഇപ്പം അത് നമുക്ക് അതിപ്പോൾ ലേറ്റാവും. ഇപ്പോൾ എത്ര പ്രാവശ്യം ഇപ്പോൾ ചൊല്ലിട്ടുണ്ട്. ഇപ്പോൾ വരുണ്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 34 ദിവസമായി സംഭവം. 34 ദിവസം അർജുന് വീട്ടിൽ പുറത്ത് അവർ വീട്ടിലെ അവർ അമ്മ പിന്നെ ഭാര്യ എല്ലാവരും കരയുന്നുണ്ട്. അതല്ലാതെ അവർ കരയുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഒരു നമ്മ അമ്മന്
ചത്തിപ്പോൾ ഒന്ന് 30 ദിവസമായി. അത് വിട്ടിട്ട് ഞാൻ അവിടെ പോയിരുന്നു. എന്നെ പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അർജുൻ്റെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് എടുത്തു തരാം, ഇല്ലെങ്കിൽ ഒരു ശരീരാനെ കൊണ്ടുവന്ന് ഈ വീട്ടിലെ നിങ്ങൾ ഒപ്പിക്കാൻ ഞങ്ങളൊരു ഒപ്പാക്കി അവർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്നെ இப்போ கண்டிப்பாக அவர் வீட்டில் அம்மை கிட்டே சொல்லி இப்போ நான் அவரை சரணை வந்து கொண்டு வந்து நீங்கள் வீட்டில் கொண்டு வரும். இல்லைங்க நான் ആ സ്ഥലത്തിൽ ഇപ്പോൾ എവിടെ നമ്മൾക്ക് അങ്കോലത്തിൽ ഞാൻ വീട്ടിൽ പോയില്ല. ഇന്നലെ വീട്ടിൽ പോയി 2 മണിക്ക് വീട്ടിൽ പോയി എൻ്റെ കുട്ടി എണ്ണിച്ച് പിന്നെ നേരത്തെ ഇവിടെ വന്നു. അതിന് ഞാനിപ്പോൾ നമ്മളെ ടീമിലെ ആൾക്കാർ 3 പേർ സ്കൂബ ഡൈവറുണ്ട്. ഞങ്ങൾ പിന്നെ ടീമിൽ നമ്മളെ ഒരു 10 പേരുണ്ട്. എല്ലാവരും പോയിട്ട് അവിടെ തേടി ആ അർജുനെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു ശപഥാക്കി കണ്ടിപ്പായി ഇവിടെ കൊണ്ടുവരും ഞങ്ങൾ.